മാഹിൻ്റെ ആ വീഡിയോ ഞാനും കണ്ടിരുന്നു. ഈ പറയുന്ന ഡ്രസ്സ് ധരിക്കുന്ന ഇതൊക്കെ വെച്ച് അവരുടെ ടേബൻ നല്ല രസമുണ്ട്. ആ ടേബൻ അയാൾ ചുറ്റി ഇതാക്കുന്ന. ശോഭന സുകേഷ് പറഞ്ഞ പോലെ അതിൽ താഴെ അധിക്ഷേപ കമൻറ്റുകളുണ്ട്. പക്ഷെ അതേക്കാൾ കൂടുതലോ അല്ലെ അതേപോലെയോ അതിനെതിരായിട്ടുള്ള എന്തോ നാടാ ഇത് ഈ പരിപാടി നിർത്താനായിട്ടില്ല എന്ന മറ്റുള്ള പ്രതികരണങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ആ ഒരു സൈബർ സ്പേസിൽ ഈ വിദ്വേഷത്തിൻ്റെ ഒരു ഡൊമിനൻസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓഫ് കോഴ്സ് വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരം കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം കമൻറ്റുകൾ ഇതാക്കാൻ വേണ്ടി ഒരു മെഷീനറി എന്ന പോലെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വളരെ സ്പണ്ടാനിയസ് ആയിട്ട് അതിനെതിരായിട്ടുള്ള പ്രതികരണം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. മാഹിനും വലിയ തോതിൽ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. വളരെ നേരത്തെ തന്നെ വലിയ തോതിൽ ഫോളോവേഴ്സ്. ഭയങ്കര രസമാണ് പുള്ളിയുടെ യാത്ര എന്ന് പറയുന്നത്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോകുന്നു, വ്യത്യസ്തമായ അനുഭവങ്ങൾ മുന്നോട്ട് വെക്കുന്നു. വളരെ കൂൾ കൈ ആയിട്ട് പോകുന്ന ഒരാൾ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മാത്രമല്ലല്ലോ. അപ്പോൾ കേരളത്തിലെ BJPയുടെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം കൊടുക്കുകയാണ്. മന്തിക്കടകൾ ലഷ്കർ കേന്ദ്രങ്ങളാണെന്നുള്ളതാണ്, ലഷ്കർ ഭീകരവാദ കേന്ദ്രങ്ങളാണെന്നാണ് പുള്ളിയുടെ ആ ഇൻ്റർവ്യൂയുടെ തംബ്നെയിൽ തന്നെ. മന്തിക്കടക്ക് പുറകിലെ ലഷ്കർ ബന്ധം എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരിവിടെയുണ്ട്. മന്തിക്കട കണ്ടാൽ പേടി, അത്തർ കട കണ്ടാൽ പേടി, ഡ്രൈ ഫ്രൂട്ട് കട കണ്ടാൽ പേടി. ഇത് ചുമ്മാ അറിയില്ല, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ടേബൻ കണ്ടാൽ പേടി, ടേബൻ ചുറ്റുന്ന കണ്ടാൽ അതിൽ അസ്വസ്ഥരാകുക, അതിനെ ഇതാക്കുക. ഇപ്പോൾ വേറൊരു നാട്ടിൽ നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്യൂലിനറി പ്രാക്ടീസസ്, അവിടുത്തെ ഡ്രസ്സ്, ഇത്തരം ഇങ്ങനെ സംഗതികളൊക്കെ കാണുക, പരിചയപ്പെടുക, ടേസ്റ്റ് ചെയ്യുക, അത് അവിടുത്തെ ഡ്രസ്സ് ധരിക്കുക, അവിടുത്തെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇതെല്ലാം വീഡിയോഗ്രാഫ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അത് ഏത് നാട്ടിൽ പോയാലും ഉണ്ടാകുന്നതാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിൽ പോകുമ്പോൾ മാത്രം പ്രത്യേക തരത്തിലുള്ള ഒരു വികാരങ്ങളിങ്ങനെ വിജൃംഭിച്ച് വരുന്ന ഒരു വേറൊരു ലെവലാണ്. പക്ഷേ ഇത് പൊട്ടാൻ പോകുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ മറ്റന്നാൾ August 17 താലിബാൻ ടേക്ക് ഓവറിൻ്റെ 5ാം വർഷം അഫ്ഗാനിസ്ഥാനിൽ. ഇപ്പോൾ താലിബാൻ്റെ നിലപാടുകളോട് നോക്കും. മുസ്ലിം ലോകത്ത് തന്നെ എല്ലാവരും താലിബാനോട് നിങ്ങൾ ഈ പരിപാടികൾ അവസാനിപ്പിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകൾ സംയുക്തമായി OIC സർവ്വ മുസ്ലിം രാജ്യങ്ങൾ സംയുക്തമായി അവരോട് ആവശ്യപ്പെട്ടാണ്. താലിബാൻ്റെ നിലപാടുകളെ തള്ളിപ്പറയുന്നവരാണ്. താലിബാനോട് ഏറ്റവും മുഹബത്തുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാണ്. മറ്റന്നാൾ ഡൽഹിയിലെ ഇവരുടെ എംബസിയിൽ ഇതിൻ്റെ ആഘോഷം നടക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഉത്തരവാദപ്പെട്ട എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥരൊക്കെ അതിൽ പങ്കെടുക്കുമെന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. താലിബാൻ 2 മിനിസ്റ്റേഴ്സിനാണ് വന്നു കഴിഞ്ഞു. പിന്നെ അവിടുത്തെ കൃഷിമന്ത്രി പിന്നെ മുത്തവക്കീലോ വലിയ സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ പക്ഷേ ഭരണകൂടം അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മിത്രങ്ങൾ ഒരു ടേബൻ ചുറ്റുന്ന ഒരാളെ കാണുമ്പോഴേക്ക് അസ്വസ്ഥരാകുന്നുണ്ട്. വിചിത്രമായൊരു ലോകം, അത്രയേ ഉള്ളൂ.